നമസ്കാരം. ഇംഗ്ലണ്ടിനെതിരെയുള്ള ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിനെ 12-ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഇന്ത്യ ആരെയൊക്കെയാകും ടീമിലേക്ക് പരിഗണിക്കുകയെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പല കാര്യത്തിലും ഇന്ത്യൻ സെലക്ടർമാർക്ക് ആശയക്കുഴപ്പങ്ങളുണ്ട്. സമീപകാലത്തെ ടീമിന്റെ പ്രകടനങ്ങൾ നിരാശപ്പെടുത്തുന്നതിനാൽ തന്നെ എന്ത് വില കൊടുത്തും ഇന്ത്യക്ക് വരുന്ന പരമ്പരകളിൽ ശോഭിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായി കടുത്ത മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലഭിക്കുന്ന വിവരമനുസരിച്ച് KL രാഹുൽ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയ്ക്ക് ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത്. അദ്ദേഹത്തിന് വിശ്രമം നൽകിയേക്കുമെന്നും വിവരമുണ്ട്. ഋഷഭ് പന്തും തുടർച്ചയായി മത്സരം കളിക്കുകയാണ്. കാർ അപകടത്തെ തുടർന്ന് വലിയ ഇടവേള എടുക്കേണ്ടി വന്ന ഋഷഭ് ശക്തമായി തിരിച്ചെത്തുകയായിരുന്നു. എന്നാൽ സമീപകാല പ്രകടനങ്ങളെല്ലാം തന്നെ മോശമാണ്. അദ്ദേഹത്തിന് വിശ്രമം അനിവാര്യമാണെന്ന് തന്നെ പറയാം. ഇപ്പോഴത്തെ ഋഷഭ് പന്തും KL രാഹുലും ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയ്ക്ക് ഉണ്ടാകില്ല എന്നും സഞ്ജു സാംസണും ഇഷാൻ കിഷനും വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് എത്തും എന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഋഷഭിന് ഇംഗ്ലണ്ട് പരമ്പരയിൽ വിശ്രമം നൽകി ചാമ്പ്യൻസ് ട്രോഫി കളിപ്പിക്കാനാണ് ടീം മാനേജ്മെന്റിന്റെ പദ്ധതി. സഞ്ജു സാംസണും ഇഷാൻ കിഷനും നിർണായക പരമ്പരയാണ് വരാനിരിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ ഇരുവരെയും പരിഗണിക്കുകയും ശോഭിക്കുന്ന താരത്തെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം എന്നാണ് ടീം മാനേജ്മെന്റിന്റെ നീക്കം. രാഹുലിനെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ പരിഗണിച്ചേക്കില്ല. എന്നാൽ ഋഷഭ് പന്തിന് ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടമുണ്ടാകും. അങ്ങനെ വരുമ്പോൾ രണ്ടാം വിക്കറ്റ് കീപ്പർ സ്ഥാനത്തിനായാണ് പോരാട്ടം ശക്തമാവുക. സഞ്ജു സാംസൺ സമീപകാലത്തായി മികച്ച ഫോമിൽ തന്നെയാണ്. T20-യിൽ 3 സെഞ്ചുറികൾ ഉൾപ്പെടെ സമീപകാലത്ത് കളിച്ച പ്രകടനങ്ങളിലെല്ലാം സഞ്ജു ഗംഭീരമായിരുന്നു. ഈ സാഹചര്യത്തിൽ സഞ്ജുവിന് ഏകദിന ടീമിലേക്ക് തിരിച്ചുവരവിന് അവസരം നൽകാമെന്നാണ് ഗൗതം ഗംഭീറിന്റെ പ്ലാൻ. ഏകദിനത്തിൽ 56-ന് മുകളിൽ ശരാശരിയുള്ള സഞ്ജു സാംസണെ ഇന്ത്യ ഏകദിന ടീമിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ടീം മാനേജ്മെന്റ് ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ നിരസിച്ചതിന്റെ പേരിൽ ഇന്ത്യൻ ടീമിൽ നിന്ന് തന്നെ മാറ്റി നിർത്തപ്പെട്ട താരമാണ് ഇഷാൻ കിഷൻ. ഇടം കയ്യൻ ബാറ്ററെ പോക്കറ്റ് ഡൈനാമോ എന്നാണ് ആരാധകർ വിശേഷിപ്പിക്കുന്നത്. ഫോമിലേക്ക് എത്തിയാൽ മൈതാനത്തിന്റെ തലങ്ങും വിലങ്ങും ഷോട്ട് പായിച്ച റൺസ് എടുക്കാൻ ഇഷാന് സാധിക്കും. ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേടിയിട്ടുള്ള താരം കൂടിയാണ് ഇഷാൻ കിഷൻ. സമീപകാലത്തെ ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രകടനങ്ങളും ഗംഭീരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇഷാൻ കിഷന് തിരിച്ചുവരവിന് അവസരം നൽകാൻ ഒരുങ്ങുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിൽ സഞ്ജു സാംസണും ഇഷാൻ കിഷനും വിക്കറ്റ് കീപ്പർമാരുടെ റോളിൽ കളിക്കുമെന്ന് ഉറപ്പാണ്. പ്ലേയിങ് 11-ലേക്ക് ആരാകും എത്തുകയെന്നത് കാത്തിരുന്നതിനെ കണ്ടറിയണം. എന്തായാലും ഇത്തരമൊരു മാറ്റത്തിന് സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. പരിശീലകൻ ഗൗതം ഗംഭീർ സഞ്ജു സാംസണെ വിശ്വസിക്കുന്നുണ്ട്. ഏകദിനത്തിൽ നായകൻ രോഹിത് ശർമ്മ ഫ്ലോപ്പായാൽ ടീമിൽ നിന്ന് മാറ്റി നിർത്താനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ ബാക്കപ്പ് ഓപ്പണറായി സഞ്ജുവിനെ കൊണ്ടുവരാനും ഗംഭീർ താല്പര്യപ്പെട്ടേക്കും. ശുഭ്മാൻ ഗിൽ ഓപ്പണറായി ടീമിലുണ്ട്. യശസ്വി ജയ്സ്വാളിനെ ഏകദിനത്തിൽ ബാക്കപ്പ് ഓപ്പണറായി പരിഗണിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ചില വമ്പൻ അഴിച്ചുപണികൾ ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്.